മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണിന്ന് നമുക്ക് മുന്നിലേക്ക് വന്നത്. മഹാരാഷ്ട്ര ബാരാമതിയിലുണ്ടായ അപകടത്തിൽ അജിത് പവാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 5 പേരാണ് മരിച്ചത്. അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന് പുകമഞ്ഞ് മൂലമുണ്ടായ കാഴ്ചാ പരിമിതിയാണ് അപകട കാരണമെന്നാണ് DGCയുടെ പ്രാഥമികമായ നിഗമനം. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഇന്ത്യ രാഷ്ട്രീയത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ 5 പേർ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. വീണ്ടും ഒരു വിമാന ദുരന്തത്തെ രാജ്യം അഭിമുഖീകരിക്കുന്നു എന്നുള്ളതും കൂടിയുണ്ട്. ഇപ്പോൾ എന്താണ് അപകടത്തിന്റെ കാരണം തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ അറിയുന്നുണ്ടോ? രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് ഈ അപകടത്തിന് ശേഷവും വരുന്നത്? വിവരങ്ങൾ. പൂജ, ഇന്ന് 8:45 കഴിഞ്ഞപ്പോഴാണ് ഈ മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ ഈ അപകടമുണ്ടായത്. അപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെ 5 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ടിരിക്കുന്നവരുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ 2 പേർ വനിതകളാണ്. അജിത് പവാറിന് പുറമെ ബിഡിപ് ജാദവ്, പിങ്കി മാലി, സുമിത് കപൂർ, ക്യാപ്റ്റൻ ശംഭാവി പാഠക് എന്നിവരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ക്യാപ്റ്റൻ ശംഭാവി പാഠക്കാണ് ഈ വിമാനത്തിൻ്റെ പൈലറ്റ് ആയിരുന്നത്. അവർക്ക് പുറമെ സുമിത് കപൂർ എന്ന മറ്റൊരു സഹ പൈലറ്റ് കൂടി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അതായത് ക്രൂയുടെ ഭാഗമായി ഉണ്ടായിരുന്നത് ഇവർ 2 പേരായിരുന്നു. അജിത് പവാറിനും അദ്ദേഹത്തിൻ്റെ സഹായികളായ വിഡിപ് ജാദവും അതുപോലെ തന്നെ പിങ്കി മാലിയുമായിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വിമാന അപകടത്തെ സംബന്ധിച്ച് DGCയെ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ നിലവിൽ പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമാണ് ഈ അന്വേഷണവുമായി ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ സിവിൽ വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്നത്. ഇതനുസരിച്ച് ഏതാണ്ട് 8:15 മണിയോടുകൂടിയാണ് മുംബൈയിൽ നിന്ന് ഈ ചാർട്ടേഡ് വിമാനം ബാരാമതിയെ ലക്ഷ്യമാക്കി പറന്നു പൊങ്ങിയത്. ഈ ബാരാമതിക്ക് തൊട്ടു മുമ്പ് എത്തിയപ്പോൾ തന്നെ ഈ വിമാനത്തിലെ പൈലറ്റ് ഈ മൂടൽമഞ്ഞ് കാരണം കാഴ്ചപരിധി കുറവാണ് എന്ന് ATCയോട് പറയുന്നു. തുടർന്ന് എമർജൻസി ലാൻഡിങ്ങിനുള്ള ഒരു അപേക്ഷ അദ്ദേഹം അല്ലെങ്കിൽ ഒരു ആവശ്യം അദ്ദേഹം ATCയെ അറിയിക്കുകയും ചെയ്യുന്നു. ATC എമർജൻസി ലാൻഡിങ്ങിനുള്ള പെർമിഷൻ നൽകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ വിമാനം ആദ്യം ഒരു ലാൻഡിംഗ് അറ്റംപ്റ്റ് നടത്തുന്നു. പക്ഷെ അത് വിജയകരമായിരുന്നില്ല. തുടർന്ന് ഒരു തവണ വലയം വെച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ അറ്റംപ്റ്റിലേക്ക് പൈലറ്റ് കടന്നിരിക്കുന്നത്. ആ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഈ വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ടച്ച് ഡൗൺ നടത്തിയത് റൺവേക്ക് തൊട്ട് പുറത്താണ്. അതായത് റൺവേയിലല്ലായിരുന്നു ഈ ടച്ച് ഡൗൺ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ കാഴ്ചപരിധിയിൽ ഉണ്ടായിരുന്ന കുറവ് ഈ വിമാനത്തിലെ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം വിമാനം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാമെന്നാണ് പ്രാഥമികമായി. അങ്ങനെ ഒരു വിവരത്തിലേക്കാണ് ഇപ്പോൾ DGCയെ ഉൾപ്പെടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പുകമഞ്ഞ് മൂലമുണ്ടായ കാഴ്ച പരിമിതി, ആ പ്രശ്നമാണ് അപകട കാരണമെന്നാണ് DGCയുടെ പ്രാഥമിക നിഗമനം വരുന്നത്. അപകടത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ബി ബാലഗോപാൽ നൽകിയത്.